everyone, welcome back to our channel. നമ്മളിപ്പോൾ ട്രാവലിംഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂളിൽ വെക്കേഷൻ ടൈം ആയിരിക്കുന്നുണ്ട്. മറീൻ അക്വാറിയം എന്ന് പറഞ്ഞാണ് നമ്മൾ ഫസ്റ്റ് പോണത്. അത് കഴിഞ്ഞ് നൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി ശംഖുമുഖത്ത് പോകും. ആ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലോഗ് എടുക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലോഗ് എടുക്കുന്നത്. നമുക്ക് ഇറങ്ങുമ്പോഴേക്കും കാണാം. അതെ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വീഡിയോ. പൊന്നൂസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞങ്ങളൊരു കുട്ടി ഔട്ടിംഗ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വേറെ എവിടേക്കുമല്ല, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിൽ തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ലൈറ്റും ഡെക്കറേഷൻസും എക്സ്പോകളും അതുപോലെ പാർക്കുകളും അങ്ങനെ കുറേ സെൻറ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലെ ഇത്തരത്തിലുള്ള കുറച്ച് സെൻറ്ററുകളിലേക്കാണ്. അപ്പോൾ നമ്മളിതാ ആദ്യമായിട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റായിട്ട് ഒരു മറൈൻ വേൾഡ് അക്വേറിയം എന്ന പേരിൽ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് കുറച്ച് മറൈൻ ഫിഷസിൻ്റെ ടണലും അക്വേറിയമും ഒക്കെയാണ്. ഇവിടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി നല്ല റിവ്യൂസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തതും. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ എക്സ്പോയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസിനടുത്തായിട്ട് തന്നെ പാർക്കിങ്ങിനായിട്ട് കുറച്ച് സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ടിക്കറ്റും അതിന് മുകളിലോട്ടുള്ളവർക്ക് ഓരോരുത്തർക്കും 150 രൂപ വീതമാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റും എടുത്ത് ബാൻഡും കയ്യിൽ കെട്ടി അകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് കുറച്ച് മീനുകളെയും കുറച്ച് ബേർഡ്സിനെയൊക്കെയാണ്. അത് കഴിഞ്ഞുള്ള എൻട്രൻസിലേക്ക് കടക്കുമ്പോഴാണ് മറൈൻ ഫിഷസിൻ്റെ ടണലും അക്വേറിയവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാറ്റ് ഫിഷ്, ബ്ലോ ഫിഷ്, ബോക്സ് ഫിഷ്, സ്റ്റാർ ഫിഷ്, അങ്ങനെ കുറേ വെറൈറ്റി സ്പീഷീസിലുള്ള ഫിഷും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാം. അതിനേക്കാളും ഒക്കെ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കൂട്ടം കുഞ്ഞു മീനുകളെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരു ക്രിസ്മസ് സ്യൂട്ടൊക്കെ ഇട്ട് ഒരു അക്വാമനെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഗാലറിയിലേക്കാണ്. ഇവിടെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ഇൻസെക്റ്റും ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള സെക്ഷൻ റോബോട്ടിക് അനിമൽസിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. അവിടെ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് കടലിലെ ഏറ്റവും വലിയ ആമയുടെ ഒരു റോബോട്ടിക് വേർഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കടുവയും ആനയും ഡൈനോസേഴ്സും ഒക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ 2 റോബോട്ടിക് ഡോഗുകൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതും കഴിഞ്ഞ് സ്റ്റോളുകളും ഫുഡ് കോർട്ടും കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കും. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും നല്ല ക്രൗഡഡ് ആയിരുന്നു ബീച്ച് ഏരിയാസൊക്കെ. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നവീകരിച്ച പാർക്കും അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിങ്ങും ഡെക്കറേഷൻസും ഒക്കെ ആയിരുന്നു. കൂടാതെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവിടെ ഒരു 3 റൈഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലൈറ്റ് ഹൗസ്, അതുപോലെ ഇല്യൂഷൻ മിറർ ഹൗസ്, അതുപോലെ ഒരു ഗോസ്റ്റ് ഹൗസ്, അങ്ങനെ 3 റൈഡുകൾ അവരിപ്പോൾ ആ പാർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങാണ്. ഇനി നമുക്ക് ആ 3 റൈഡുകളിലേക്കുള്ള ടിക്കറ്റുകൾ നോക്കണം. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ടിക്കറ്റാണ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള ഓരോരുത്തർക്കും 100 രൂപ വീതമാണ് ഓരോ റൈഡിനും ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന റൈഡിൻ്റെ പേരാണ് ഇല്യൂഷൻ. കയറിട്ട് കാണിക്കാം. ഈ ഒരു റൈഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു മിറർ ഹൗസ് ആയിരുന്നു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 100 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഓരോ റൈഡും വർത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പണി കിട്ടിയത് ഈ ഒരു റൈഡായിരുന്നു, ഗോസ്റ്റ് ഹൗസിൽ. ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ വല്ലാണ്ട് പേടിച്ച് നിലവിളിച്ചു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പേടിക്കലും പേടിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വെട്ടുകാട് ചർച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ലൈറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു മക്കളാണ് കേട്ടോ. അവർ ഈ ലൈറ്റ്സിൻ്റെയും ഡെക്കറേഷൻ്റെ ഇടയിലൂടെയൊക്കെ കളിച്ചും ഫോട്ടോസ് എടുത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലൈറ്റുകളൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ടേ. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ മിസ് ചെയ്യാതെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. എനിക്ക് ആ ട്രിപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വെട്ടുകാട് കണ്ടിട്ടുള്ള ലൈറ്റ്സ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഒരുപാട് പേര് ഈ ലൈറ്റ്സൊക്കെ കാണാൻ വരുന്നതുകൊണ്ടായിരിക്കും കുറേ നേരം നമ്മൾ ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വരുന്ന സമയത്ത് വന്നു പോകുന്നതാണ് ഈ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അതിനേക്കാളുമൊക്കെ മേലെ വളരെ കെയർലെസ് ആയിട്ട് 2 വീലറിൽ വന്ന കുറച്ച് ആൾക്കാർ പലയിടങ്ങളിലായിട്ട് മറ്റുള്ള വണ്ടികളിലേക്ക് ഇടിച്ചു കയറാനുള്ളൊരു ടെൻഡൻസിയോടുകൂടി റോങ് സൈഡൊക്കെ ഓവർടേക്ക് ചെയ്ത് വളരെ കെയർലെസ് ആയിട്ട് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അതുപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ അശ്രദ്ധകൾ കാരണം ഒരുപാട് ജീവനുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ അത് പലപ്പോഴായി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുട്ടി വ്ലോഗായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.